നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു വെയിറ്റ് ലോസിനെ കുറിച്ച് കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പ് എങ്ങനെയാണ് പലർക്കും വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് ഞാൻ തുടങ്ങുക. വെയിറ്റൊക്കെ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ട്, ഇനി യൂട്യൂബിൽ നോക്കി തുടങ്ങണോ, ഡയറ്റീഷ്യൻ്റെ അണ്ടറിൽ തുടങ്ങണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസ് നോക്കിയിട്ടോ ആരുടെയെങ്കിലും ഗൈഡൻസിൽ തുടങ്ങണോ. വെയിറ്റ് കുറച്ചവർ പലരും ഉണ്ട്, പല ഷെയ്ക്ക് കുടിച്ചും അതുപോലെ കീറ്റോ ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറയ്ക്കണോ, ഇങ്ങനെ പല കാര്യങ്ങൾ മനസ്സിലൂടെ ഈ വെയിറ്റ് റിഡക്ഷൻ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഒരു തീം എന്ന് പറയുന്നത്, അല്ലേ? അതെങ്ങനെ റെഡ്യൂസ് ചെയ്യണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് ഇമ്പോർട്ടൻ്റ്. വെയിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ കുറേ അസുഖങ്ങളും വരുത്തി വെക്കുക എന്നത് ആർക്കും അത്ര ആഗ്രഹം ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ സ്ലോ ആയിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. പെർമനൻ്റ് ആയിട്ട് വെയിറ്റ് റിഡക്ഷൻ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കുറേ പൈസ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ചിലവഴിച്ച് കഴിഞ്ഞ് വെയിറ്റൊക്കെ വല്ലാണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച വീണ്ടും വെയിറ്റ് വെക്കുക എന്ന് ആ കണ്ടീഷനൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മുടെ പൈസയും പോയി, എന്നാൽ നമുക്കൊരു റിസൾട്ടും ഉണ്ടാവില്ല. പിന്നെയും വെയിറ്റ് കൂടും, പിന്നെയും തഥൈവ. അങ്ങനെ ഒരിക്കലും ആവാത്ത ഒരു രീതിയിൽ നിങ്ങൾക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ അണ്ടറിൽ മാത്രം വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക. ഡയറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാധാരണ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന ആളല്ലേ, അത് ഇത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്ന്, അല്ലേ? പക്ഷേ 5 വർഷം ഡോക്ടേഴ്സിനെ പോലെ തന്നെ 5 ഇയേഴ്സ് കോഴ്സ് പഠിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളും വരുന്നത്. ആദ്യമേ 3 വർഷം BSc പഠിക്കുന്നുണ്ട്. ഞാനൊക്കെ BSc ക്ലിനിക്കൽ ന്യൂട്രീഷനാണ് എടുത്തത്. അതായത് നമുക്ക് ഹോസ്പിറ്റൽ ഫീൽഡ്, അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സ്. 3 ഇയേഴ്സ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ കഴിഞ്ഞിട്ട് 2 ഇയേഴ്സ് MSc ഡയറ്ററ്റിക്സും എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 15-16 വർഷമായി. ടോട്ടലായിട്ട് ഒരു 20 ഇയേഴ്സ് ആയിട്ടുണ്ടാവും വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഡയറ്റീഷ്യനായിട്ട്. അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. അപ്പോൾ മിക്കവരും ചിലപ്പോൾ ചില സമയത്തൊക്കെ സങ്കടം തോന്നും. കാരണം പേഷ്യൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണ രീതിയൊക്കെ അറിയാം, അതൊന്നും ഇനിയിപ്പോൾ ആരും പറഞ്ഞു തരണ്ടെന്നൊക്കെ ചിലർ ഡയറക്റ്റായിട്ട് പറയാറുണ്ട്. അപ്പോൾ വിചാരിക്കും അവർക്ക് അറിയാത്ത പല കാര്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാം അറിയാവുന്നുള്ള രീതിയിലിരിക്കുന്നവരോട് പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു ചലഞ്ചായിട്ട് എടുക്കാം. ഒരു 6 മാസം മുതൽ 1 വർഷം കൊണ്ട് വേണം നിങ്ങളുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ പെട്ടെന്ന് ഒരിക്കലും വെയിറ്റ് റിഡക്ഷനിലോട്ട് പോകരുത്. അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, 1 മാസം കൊണ്ട് ഒരു 2-2.5 കിലോ റെഡ്യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ഹെൽത്തിയർ ആയിട്ടുള്ള. ഒരു 2 കിലോ റെഡ്യൂസ് ചെയ്താൽ മതിയാവും. അതാണ് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് രീതി എന്ന് പറയുന്നത്. അതിൽ കൂടുതലൊന്നും റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ചിലരുടെ മെറ്റബോളിസം വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് 1 മാസം കൊണ്ട് 8 കിലോ 9 കിലോ ഒക്കെ കുറയുന്നവരും ഉണ്ട്. ഒരുപാട് ഫുഡി ആയിട്ടുള്ള ആളുകൾ, ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പെട്ടെന്നൊരു റെസ്ട്രിക്ഷനിലോട്ട് വരുമ്പോൾ ആദ്യത്തെ മാസം പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവും. അവരുടെ വാട്ടർ കണ്ടൻറ്റ് കുറയും. അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ നിയന്ത്രണം വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു 8-9 കിലോ ഒക്കെ 1 മാസം കൊണ്ട് കുറയും. പക്ഷേ പിറ്റേ മാസം ആകുമ്പോഴത്തേനും അത്ര അങ്ങോട്ട് ഫാസ്റ്റായിട്ട് അവരുടെ റെഡ്യൂസും ചെയ്യത്തില്ല. ഇങ്ങനെ ഓരോരോ രീതികളുണ്ട് വെയിറ്റ് റിഡക്ഷന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു ഡയറ്റീഷ്യൻ്റെ അണ്ടറിൽ മാത്രം വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാനൊരു ഡയറ്റീഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ സ്വന്തമായിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറേ സ്റ്റെപ്പുകൾ നോക്കേണ്ടി വരും. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ബോഡിയുടെ നീഡ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഫുഡ് ക്രാവിങ്സ് എന്ന് നിങ്ങൾ തിരിച്ചറിയാം. ചിലർക്ക് സ്വീറ്റ്സിനോടായിരിക്കും ക്രാവിങ്സ്, ചിലർക്ക് ഫാറ്റി ഫുഡിനോടായിരിക്കും, ഫ്രൈഡ് ഫുഡിനോടായിരിക്കും ക്രാവിങ്സ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ നിന്ന് എടുത്ത് കളയണം എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അല്ലാതെ ആ ക്രാവിങ്സും വെച്ചുകൊണ്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയായ ഒരു രീതിയല്ല. കാരണം ഡയറക്റ്റ് ഷുഗർ, അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരിക. ഇപ്പോൾ സ്വീറ്റ്സ്, പഞ്ചസാര ഉപയോഗിക്കുന്നു, ചായയിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് 1 സ്പൂൺ ആക്കുക. ഒരു 2 ആഴ്ച കൊണ്ട് വീണ്ടും കുറയ്ക്കുക, 1/2 സ്പൂൺ ആക്കുക. പിന്നെയും 2 ആഴ്ച കൊണ്ട് ഷുഗർ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മുടെ ക്രാവിങ്സ് ഇല്ലാതാക്കാൻ. അല്ലാതെ പെട്ടെന്ന് നിങ്ങൾ ക്രാവിങ്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ
ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ്, ഇതൊക്കെ പെട്ടെന്ന് വരും. ഫുഡ് എപ്പോഴും നമ്മുടെ മൂഡ്സുമായിട്ട് റിലേറ്റഡ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡിൽ എന്ത് ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് നമ്മുടെ മൂഡ് അങ്ങ് ചേഞ്ച് ആവില്ലേ. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ നല്ല വിശപ്പിലൊക്കെ വീട്ടിൽ കയറി വരുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണമാണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾക്ക് ദേഷ്യം വരില്ലേ. ഇതൊക്കെ അതുമായിട്ടൊരു റിലേഷൻ ഉണ്ട്, ഫുഡും നമ്മുടെ മൂഡ്സുമായിട്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം എപ്പോഴും ഡയറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ ക്രാവിങ്സിനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ എപ്പോഴും നോക്കി വെക്കുക. ആദ്യം തന്നെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു, വെയിറ്റ് റിഡക്ഷൻ ഡയറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും നിങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ നമ്മുടെ അബ്ഡോമൻ്റെ സർക്കംഫറൻസും ഹിപ്പിൻ്റെ സർക്കംഫറൻസും ഒരു ടേപ്പ് വെച്ചിട്ട് അളന്ന് എടുക്കാം. അബ്ഡോമൻ്റെ സർക്കംഫറൻസും ഹിപ്പിൻ്റെ സർക്കംഫറൻസും തമ്മിലുള്ള റേഷ്യോ 0.8 കൂടുതലായാൽ ലേഡീസിന് അത്ര നല്ലതല്ല, അവർ ഒബേസാണ്, അമിതവണ്ണം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 1 കൂടുതലാണെങ്കിൽ മെയിൽസിന് അത് അമിതവണ്ണമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ ഈ റേഷ്യോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ശരിക്കും അത് പറയുന്നത് വേസ്റ്റ് ബൈ ഹിപ്പ് റേഷ്യോ ആട്ടോ. അതായത് വേസ്റ്റ് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചാൽ അത് ഡിവൈഡഡ് ബൈ ഹിപ്പ് എടുക്കുക. ഇത് 0.8 ആണെങ്കിൽ ലേഡീസിന് 0.8 ആയിരിക്കണം. 8 താഴെ ആയാലും കുഴപ്പമില്ല, 8 മേലെയാകാൻ പാടില്ല, 0.8 കേട്ടോ. അതുപോലെ തന്നെ മെയിൽസിൽ 1 പോകാൻ പാടില്ല. അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ ഹൈറ്റും വെയിറ്റും എടുക്കാം. BMI കാൽക്കുലേറ്റേഴ്സ് ഒരുപാട് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് BMI എടുക്കാവുന്നതാണ്. ഏത് റേഞ്ചിലാണ് നിങ്ങൾ വരുന്നതെന്നും അത് വെച്ചിട്ട് നോക്കാവുന്നതാണ്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇത് രണ്ടും ആദ്യം തന്നെ നിങ്ങൾ ചെയ്തു വെക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും ഈ പാക്കറ്റ് ഐറ്റംസോ അല്ലെങ്കിൽ ഹൈ കാലറി ഫുഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്കാർഡ് ചെയ്യുക. അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ ഡയറ്റ് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നീട് ഒരിക്കലും ഇത് ഡയറ്റ് എടുക്കുന്ന ആ പീരീഡിൽ ഇതൊന്നും വാങ്ങി വീട്ടിലേക്ക് വെക്കുകയും ചെയ്യരുത്. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, വിശന്ന് ഇരിക്കുന്ന ടൈമിൽ ഒരിക്കലും സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിന് പോകരുത്. കാരണം നമ്മൾ വിശന്നിരിക്കുമ്പോൾ അനാവശ്യമായിട്ട് ഒരുപാട് ഇതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, അതുപോലെ തന്നെ ലെയ്സ്, കുർക്കുറെ, ഇങ്ങനെയുള്ള സ്നാക്ക് ഐറ്റംസ് അല്ലെങ്കിൽ ചിപ്സ് ഐറ്റംസ്, ഹൈ കാലറി ഫുഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പർച്ചേസിന് പോകുമ്പോൾ എന്തെങ്കിലും ഇത്തിരി കഴിച്ചിട്ട് വേണം പർച്ചേസിന് പോകാനായിട്ട്. അതാണ് ഒരു ഐഡിയൽ വേ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ സെറ്റാക്കി വെക്കുക. ഡയറ്റ് എടുക്കുന്ന ഒരു ഡേയും നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെ ഡേ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഡയറ്റ്. ഇനി ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യാൻ പാടില്ല. അതൊന്നാമത്തെ കാര്യം. കാർബോഹൈഡ്രേറ്റ് 60% എങ്കിലും ടോട്ടൽ കാലറിയുടെ വേണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ വെയിറ്റ് കുറയില്ല. കുറഞ്ഞാൽ തന്നെയും അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാർബോഹൈഡ്രേറ്റ് വേണം, ക്വാണ്ടിറ്റി കുറച്ചിട്ട് പോർഷൻ സൈസിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ എൻ്റെ വീഡിയോസിൽ പലതിലും ഡീറ്റോക്സ് വാട്ടർ ഒക്കെ പറയുന്നുണ്ട്. ഈ ഡീറ്റോക്സ് വാട്ടർ എന്ന് പറയുന്നത് പലരും എന്നോട് ചോദിക്കും, ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാഡം കാലറി കുറയുന്നതെന്നൊക്കെ. കാലറി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഇതൊക്കെ പറയുന്നത്. ഈ സ്പൈസസ് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ബാക്കിയുള്ള ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ടും ഒക്കെയാണ്. പിന്നെ നമ്മുടെ ബോഡി ഫാറ്റ് ഒന്ന് മൊബിലൈസ് ചെയ്യാൻ. കാരണം ഒരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായി കിടക്കുന്ന ഫാറ്റ് ഒന്ന് മൊബിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വർക്കൗട്ട് കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിറ്റോക്സ് വാട്ടറും ഡ്രിങ്ക്സും ഒക്കെ പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉടൻ തന്നെ ചായ കുടിക്കാൻ പാടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 1 ഗ്ലാസ്സോ അല്ലെങ്കിൽ 2 ഗ്ലാസ്സോ ചെറിയ ചൂടുവെള്ളം കുടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉടൻ തന്നെയും ചായ കുടിക്കാൻ പാടില്ല. ഒരു ½ ആൻ അവർ കഴിഞ്ഞിട്ടേ ചായ കുടിക്കാൻ പാടുള്ളൂ. അതും മധുരമിടാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ സ്വീറ്റ്സിനോട് അമിതമായ ക്രാവിങ്സ് ഉള്ളവരാണെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് യൂസ് ചെയ്യുക. പിന്നീട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക പഞ്ചസാര. ഉച്ചയ്ക്ക് ചോറ് നിർബന്ധമായിട്ടുള്ളവരോട് ചോറ് കംപ്ലീറ്റ് ഒഴിവാക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ക്വാണ്ടിറ്റി കുറച്ചിട്ട് യൂസ് ചെയ്യുക. 7 ടേബിൾ സ്പൂണാണ് ഒരു പോർഷൻ ചോറ്, അതായത് റൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് കൂടില്ല. ഇട സമയത്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ കുക്കുംബറൊക്കെ അരിഞ്ഞ് വെറുതെ സാലഡായിട്ട് യൂസ് ചെയ്യാം.
ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്ലേറ്റ് സാലഡ് നിങ്ങൾ കഴിക്കുക. കുക്കുംബർ, തക്കാളി, സവാള ഇതൊക്കെ കൂടെ അരിഞ്ഞിട്ട് കുറച്ച് ലൈം ജ്യൂസും റോക്ക് സോൾട്ടും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സാലഡായി. അത് കഴിച്ചിട്ട് ചോറ് കഴിക്കുവാണെങ്കിൽ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനും സാധിക്കും. പെട്ടെന്ന് കാലറി നമ്മുടെ ഉള്ളിലോട്ട് അങ്ങനെ കയറില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫൈബർ റിച്ച് ആയതുകൊണ്ട് ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ, അതായത് ഷുഗറിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ കുറച്ച് സ്ലോ ആയിട്ട് നടക്കുള്ളൂ. അത് വളരെ നല്ലതാണ്. ഷുഗറും പെട്ടെന്ന് അങ്ങ് കൂടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഉച്ചയ്ക്ക് റൈസ് കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്ലേറ്റ് സാലഡ് കഴിച്ചിട്ട് റൈസ് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഫിഷ് കറി യൂസ് ചെയ്യാം, പച്ചക്കറികൾ യൂസ് ചെയ്യാം, പയറുവർഗ്ഗങ്ങൾ യൂസ് ചെയ്യാം. മുട്ട ആഴ്ചയിൽ 2-3 ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഉണ്ണിയോടുകൂടെ യൂസ് ചെയ്യാം. പക്ഷേ എല്ലാത്തിൻ്റെയും ഇപ്പോൾ ചോറിൻ്റെയൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ്, അളവ് കുറയ്ക്കുക. ഇനി 4 മണിക്ക് എന്താ കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 4 മണിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ കഴിക്കാം. ഫ്രൈഡ് ഐറ്റംസ് ഒഴികെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ആഹാര സാധനം കഴിക്കാം. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ 2 ദോശയോ അല്ലെങ്കിൽ 1 ദോശയോ അങ്ങനെ ചുട്ടിട്ട് കഴിക്കാം. അതിന് പ്രോബ്ലം ഒന്നുമില്ല. അതിൻ്റെ കൂടെ പച്ചക്കറികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. അവൽ നല്ലൊരു ഓപ്ഷനാണ്. അവൽ ജസ്റ്റ് വെറുതെ ഫ്രൈ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. സീഡ്സ് ഉപയോഗിക്കാം. നട്ട്സ് യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു 5 എണ്ണം മാത്രം. എല്ലാം കൂടെ ഉപയോഗിക്കാനല്ല പറഞ്ഞത് കേട്ടോ. ഏതെങ്കിലും ഒരു ടൈപ്പ് ഭക്ഷണം യൂസ് ചെയ്യാവുന്നതാണ്. ഡയറ്റ് എപ്പോഴും വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. അതായത് വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, പൾസസ്, അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ബാക്കിയുള്ള ആഹാര സാധനങ്ങൾ. ഫാറ്റും അത്യാവശ്യം വേണം. കാരണം ബോഡിയിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ആവില്ല. വൈറ്റമിൻ ഡി സൺലൈറ്റിൽ നിന്നാണ് നമ്മുടെ ബോഡിയിലേക്ക് ലഭിക്കുന്നത്. ഈ സൺലൈറ്റിൽ നിന്ന് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോഡിയിൽ അത്യാവശ്യം ഫാറ്റ് കണ്ടന്റും വേണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അത്യാവശ്യം ഫാറ്റ്, ഹെൽത്തി ഫാറ്റ് ആവശ്യമാണ്. അതിനാണ് ഈ നട്ട്സൊക്കെ കഴിക്കാൻ പറയുന്നത്. അതും ക്വാണ്ടിറ്റി കുറച്ചിട്ട് 5 എണ്ണം മാത്രം യൂസ് ചെയ്യാം. ഓയിൽ എത്രയും ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. ഓയിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെറ്റർ. നെയ്യ് യൂസ് ചെയ്യാം. പക്ഷെ എന്താണെങ്കിലും 3 സ്പൂണിൽ കൂടുതൽ, 3 ടീസ്പൂണിൽ കൂടുതൽ ആവാൻ പാടില്ല. അതായത് 15 ml യൂസ് ചെയ്യാം ഒരു ദിവസം. അതിലിപ്പോൾ 2 സ്പൂൺ നമ്മൾ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ 1 സ്പൂൺ നെയ്യ് ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിലും 3 ടീസ്പൂൺ, അല്ലാതെ 3 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും അങ്ങനെ പാടില്ല. എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 3 ടീസ്പൂൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, കാരണം കൂടുതൽ ഓയിൽ വരുമല്ലോ അതിലൊക്കെ. ഇനി രാത്രിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വെയിറ്റ് ഏറ്റവും കൂടുതൽ കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി ഭക്ഷണം ഡിലേ ആക്കുന്നതാണ്. രാത്രി നിങ്ങൾ നേരത്തെ കഴിച്ചു നോക്കൂ, നിങ്ങളുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കുറയുന്നതായിരിക്കും. 6:37 ഡിന്നർ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അതിനുശേഷം ഒന്നും കഴിക്കേണ്ട. അതിനുശേഷം പ്ലെയിൻ വാട്ടർ നിങ്ങൾക്ക് കുടിക്കാം. വെള്ളം നന്നായിട്ട് കുടിച്ചോളൂ കേട്ടോ. 2.5-3 ലിറ്റർ നിർബന്ധമായിട്ടും വെള്ളം കുടിക്കാം. ഇടവിട്ട് വെള്ളം കുടിക്കാം. ഇനി രാത്രി അത്ര സഹിക്കാൻ പറ്റാത്ത വിശപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ ഒരു കഷ്ണം യൂസ് ചെയ്യാം, കൂടുതലാവരുത്. ഇതൊക്കെ ഒരു റുട്ടീനായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നമ്മുടെ അബ്ഡോമൻ കുറച്ച് കുറയും, സ്റ്റൊമക്ക് കുറച്ച് കുറയും, ചുരുങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് ഓവറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ലിമിറ്റഡ് ആയിരിക്കും. ഈ രീതിയിൽ നിങ്ങൾ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. വെയിറ്റ് കുറയുകയും ചെയ്യും, ബാക്കിയുള്ള അസുഖങ്ങൾക്ക് ശമനം കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ആഹാരമാണ് തൈര് കേട്ടോ. തൈര് വളരെ നല്ലതാണ് നമ്മുടെ വയറിനും ഡൈജഷനും ഒക്കെ. അപ്പോൾ തൈര് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. തൈരായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ റൈത്തയായിട്ട് യൂസ് ചെയ്യുമല്ലോ. അതായത് കുക്കുംബറൊക്കെ വെറുതെ തൈരിൽ അരിഞ്ഞിട്ടിട്ട് ബിരിയാണിക്കൊക്കെ സാലഡായിട്ട് യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൈര് നിർബന്ധമായിട്ട് യൂസ് ചെയ്യാം. പാൽ ഇഷ്ടമുള്ളവർക്ക് പാൽ ഉപയോഗിക്കാം കേട്ടോ. പാൽ ഉപയോഗിക്കുന്നെങ്കിൽ 1 ഗ്ലാസ്, അതായത് 200 ml പാൽ ഉപയോഗിക്കാം. പാട മാറ്റിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പാലായിട്ടോ ഓട്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഡിന്നറിന് മില്ലറ്റ്സ് യൂസ് ചെയ്യണ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. മില്ലറ്റ്സ് ആണ് ഏറ്റവും നല്ലത്. റാഗി, തിന, ചാമ, വരക്, കുവരക്, അതുപോലെ ചോളം തുടങ്ങിയ ഒരുപാട് മില്ലറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും നിങ്ങൾക്ക് ഡിന്നറിന് ഉപയോഗിക്കാവുന്നതാണ്. ഡിന്നർ ലേറ്റ് ആക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മില്ലറ്റ്സ് ഇഷ്ടമല്ല, ചപ്പാത്തി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ഉപയോഗിക്കാം. ക്വാണ്ടിറ്റി ഒരു മീഡിയം. ചപ്പാത്തി ആണെങ്കിൽ 2 എണ്ണം മാത്രം കേട്ടോ, കൂടുതലാവരുത്. ഗോതമ്പ് ദോശയാണെങ്കിൽ 2 എണ്ണം ഉപയോഗിക്കാം. ഇപ്പോൾ ഗോതമ്പിൻ്റെ പുട്ടാണെങ്കിൽ ഒരു ചിരട്ടപ്പുട്ടുണ്ടല്ലോ, അതിൽ ഫുള്ളങ്ങ് ഫില്ല് ചെയ്യാതെ ഒരു 3/4 ഭാഗം ഫില്ല് ചെയ്തെടുത്ത് അത്രയുമുള്ള ഒരു ചിരട്ടപ്പുട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി രാത്രി കഴിയുന്നത്ര ചോറ് ഒഴിവാക്കുക. രാത്രി അധികം ചോറ് വേണ്ട, കാരണം ഫൈബറൊന്നും അധികം ഉണ്ടാവില്ല. ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാര സാധനങ്ങളാണ് ഡിന്നറിന് നല്ലത്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. ഇനി ചിലർ പറയാറുണ്ട് രാത്രിയിൽ ഇതുപോലെ സാലഡ്സ് മാത്രം ആക്കിയാലോ, ഫ്രൂട്ട്സും മാത്രം ആക്കിയാലോ എന്ന്. അതൊരിക്കലും ചെയ്യരുത്. കാരണം ബ്ലോട്ടിങ്, അസിഡിറ്റി ഒക്കെ കൂട്ടാനേ ഇത് കാരണമാവുള്ളൂ. നൈറ്റ് ഡിന്നറിന് ഒരിക്കലും സാലഡോ ഫ്രൂട്ട്സോ ആക്കരുത്.
കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉള്ള ആഹാര സാധനം വേണം ഡിന്നറിന് കഴിക്കാനായിട്ട്. ഡിന്നർ നേരത്തെ ആക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ഒരുവിധം സോൾവ് ആക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക. എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂറെങ്കിലും ഒരു ദിവസം വർക്കൗട്ട് ചെയ്യുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എക്സസൈസ് നിർബന്ധമാക്കുക. അത് രാവിലെ തന്നെ ചെയ്യാനായിട്ട് പലർക്കും പ്രയാസമായിരിക്കും. രാവിലെ വർക്കിംഗ് വുമൻസിനാണെങ്കിൽ അതിൻ്റെ തിരക്കുണ്ടാവും. വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടുന്ന ആ തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ടൈം ചെയ്യാവുന്നതാണ്. പക്ഷെ ചെയ്യുമ്പോൾ 1/2 മുതൽ 3/4 മണിക്കൂറെങ്കിലും ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. 7 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങിയിരിക്കുക. അത് നിർബന്ധമുള്ള കാര്യമാണ്. നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുക. ഇപ്പോൾ ഉറങ്ങുന്നത് ഇടക്കിടക്ക് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു സ്ലീപ്പ് ആണെങ്കിൽ അത് ആരോഗ്യത്തിന് നല്ലതല്ല. നമ്മൾ ഹെൽത്തി അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര സമയമാണ് ഉറങ്ങുന്നത് ആ ടൈം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് കിട്ടണം. ഇപ്പോൾ സ്ലീപ്പ് കുറവ് എന്ന് തോന്നുന്നവർ, ഉറക്കം തീരെ കിട്ടുന്നില്ല എങ്കിൽ ക്യാമമൈൽ ടീ നല്ലൊരു ഓപ്ഷനാണ്. ക്യാമമൈൽ എന്ന് പറയുന്ന ഒരു ഹെർബാണ്. അത് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ചായക്കൊക്കെ മധുരം ഒഴിവാക്കാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ സ്റ്റീവിയ ലീവ്സ് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റീവിയ ഒരു ഇലയാണ്. അത് ഇട്ട് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മധുരം നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ചായയിലേക്ക് വേണമെങ്കിൽ സ്റ്റീവിയ ലീവ്സ് ഇട്ടിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതൊരു ഇല ആയതുകൊണ്ട് അത്ര സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ഇനി പിന്നെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ഇതൊന്നും നമുക്ക് അത്ര ഹെൽത്തിയർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അല്ല കേട്ടോ. ഒരിക്കലും അതൊന്നും വല്ലപ്പോഴും ഒക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതല്ലാതെ ഒരു സ്ഥിരമായിട്ടൊരു റെഗുലറായിട്ട് പല ഫാമിലീസിലും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വളരെയധികം ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരു പ്രവണത, വീട്ടിൽ കുക്ക് ചെയ്യാതെ, അത് ഒരുപാട് അതൊരിക്കലും ചെയ്യുന്ന അത്ര നല്ലൊരു പ്രവണതയല്ല കേട്ടോ. കുട്ടികളെ അങ്ങനെ ഒരു രീതിയിൽ ശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അന്ന് അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും നമ്മുടെ ഫുഡ് ഹാബിറ്റ്, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു സാധനങ്ങളും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, മൈദ ഉപയോഗിച്ചുള്ള ആഹാര സാധനങ്ങൾ, പേസ്ട്രീസ്, കേക്ക്സ്, കോളാസ്, അതുപോലെ ലേസ് പോലെയുള്ള ചിപ്സ് ഐറ്റംസ്, ഇതൊക്കെ സ്ഥിരമായിട്ടുള്ള യൂസേജ് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. മുതിർന്നവർക്ക് പ്രത്യേകിച്ച് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചൊരു പീരീഡ് കഴിയുമ്പോൾ ഇവരുടെ ക്യാരക്ടർ അങ്ങ് ചേഞ്ച് ആവും. ഇപ്പോൾ ചില ടൈമിൽ ഇവർ ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് കാണാം. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ബിസ്ക്കറ്റ്സ് ഒക്കെ ചെറുപ്രായത് കുട്ടികൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവരുടെ ക്യാരക്ടർ ചേഞ്ച് ആവും. പക്ഷെ മുതിർന്നവർ അങ്ങനല്ല. മുതിർന്നവർ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ മരണം വരെ അങ്ങ് യൂസ് ചെയ്യുന്നതാണ്. കുറേ കാലങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അത് തെറ്റായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം ധാരാളം കുടിക്കണം കേട്ടോ. വെള്ളം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. വെള്ളം കൂടി കുറയുമ്പോഴാണ്, ഫാറ്റ് ആണെങ്കിൽ നമ്മുടെ ബോഡിയുടെ പല ഭാഗത്തൊക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഫാറ്റൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് ബേണായി പോകാനൊക്കെ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അത് മൊബിലൈസ് ചെയ്ത് പോകാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കറിയാലോ, നമ്മളൊരു ബോട്ടിലിൽ കുറച്ച് ഫാറ്റ് അതിൽ ആഡ് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിച്ചിരിക്കും അല്ലേ. ഇത്തിരി ചൂടുവെള്ളം അതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവും. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കുടലിലും ഒക്കെ ഫാറ്റൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇരിക്കുന്നത് തടയാനായിട്ട് ചെറിയൊരു ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിൽ വെച്ച വെള്ളം അല്ലെങ്കിൽ കോളകൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് തണുത്ത പെപ്സിയും കോളയൊക്കെ കുടിക്കുന്നതൊക്കെ ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഈ ആൻജിയോപ്ലാസ്റ്റി ഇതൊക്കെ കൂടുന്നതിൻ്റെ കാരണവും ഇതാണ്. ഇങ്ങനെയുള്ള ഒരു ഹാബിറ്റാണ്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. ഇപ്പോൾ അത്യാവശ്യം ഹെവി ഫുഡ് കഴിച്ചു പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ മഞ്ഞൾ, ഇഞ്ചി, മഞ്ഞളെന്ന് പറയുന്നത് പച്ചമഞ്ഞളാണ് നല്ലത്. അല്ലെങ്കിൽ ശുദ്ധമായി നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന മഞ്ഞളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പാക്കറ്റിൽ കിട്ടുന്ന മഞ്ഞൾ പൊടി അല്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, അതുപോലെ ഇഞ്ചി, കറുകപ്പട്ട, ജീരകം, അയമോദകം, ഇതൊക്കെ നല്ലതാണ്. ഇതിലേതെങ്കിലും ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് വളരെ നല്ലതാണ്. ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം ആഫ്റ്റർ ഫുഡ് കുടിക്കുന്നത് ഡൈജഷന് ഒരുപാട് ഹെൽപ്പാക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എല്ലാവരും ഇതനുസരിച്ച് തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആ റുട്ടീനിൽ മാറ്റം വരുത്തുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. അതായത് ഡയറ്റിൽ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ അതേ പാറ്റേണിൽ നോക്കണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ കുറച്ച് രീതികൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അതനുസരിച്ച് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ വേണം എന്നുണ്ടെങ്കിൽ
tinasuthir@gmail.com എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, സബ്ജക്റ്റിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ എന്ന് പ്രത്യേകം വെക്കുക. എന്നാൽ എനിക്ക് സെർച്ച് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. താങ്ക്